എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. ഞാൻ എൻ്റെ ഒരു വലിയൊരു വിഷമം പറയാൻ വേണ്ടിയിട്ടോ ആരെടുത്ത് പോകും നമ്മളെ നൗഫലിൻ്റെ അടുത്ത്. അവിടെ പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ ഒരു 4-5 വിഷമം കേൾക്കാം. അപ്പം നമ്മളെ വിഷമം ഒന്നും അല്ല എന്നുള്ള ഒരു എന്തുണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനെ ഓൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താക്കണം, ലൈക്കൊക്കെ അടിക്കണോ, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റും അടിച്ചേക്ക്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോവാണല്ലോ, പോകുന്ന സമയത്ത് ഇവനെ അവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്ന് വെച്ചാൽ വിഷു ഇന്ന് അതിനെ കൊണ്ടുപോകാൻ എന്തായാലും പണിക്ക് പോകില്ലെന്ന് ഞാൻ വിചാരിച്ചേ. ഞാനത് വിചാരം മാത്രമേ ഉള്ളൂ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരെ എന്താക്കി അടുത്തേക്ക് പോയി കട്ടൊക്കെ ഓൻ എന്താക്കി വെച്ചേക്കും. അങ്ങനെ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ നമ്മൾ ഓൻ്റെ വീട്ടിൻ്റെ, ഇത് നെസ്റൂൻ്റെ വീടാണ് കേട്ടോ, ഓൻ അനിയൻ്റെ വീടാണ്. അങ്ങനെ ഓൻ്റെ വീട് അപ്പുറം ആടെ പോയി നോക്കുന്നേരം എൻ്റെ മക്കളെ ഓൻ്റെ മോനുണ്ട് എന്താക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട്. ഞാൻ വെച്ചാൽ ഉപ്പ ഇല്ലെന്ന് വെച്ചാൽ പറഞ്ഞില്ല, ഉപ്പ പണിക്ക് പോയിക്ക് ഞാൻ അടിച്ചു വരിക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ. കുറച്ച് നേരം ഓനെ വിളിച്ചു നോക്കിയാൽ ഓൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് കയ്യോടെ വരികയാണെന്ന്. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് എൻ്റെ വിഷമം ആരോടെങ്കിലും പറയണമെന്നും വിചാരിച്ചിട്ട് നമ്മളെന്താക്കാണ് നേരെ അടുത്തേക്ക് പോവുക, കോട്ടക്കലേക്ക് പോവുക. അവിടെ പോകുന്ന സമയത്ത് എന്ന് വെച്ചുകൊണ്ട് അവിടെ ശാരിക്കുണ്ട്. ഓനോട് 2-3 വിഷമം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ 2-3 വിഷമം ഇങ്ങോട്ടേക്ക് പറയും. ഓൻ നൗഫലിനെ കാട്ടിയും വലിയ വിഷമക്കാരനാണ്. അങ്ങനെ ഞാൻ നേരെ എന്താക്കി വണ്ടിയും കൊണ്ട് നേരെ നമ്മളെ നൗഫലിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് പോയി നമ്മളെ ഷാരിക്കിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് നമ്മളെ ഷാരിക്കിൻ്റെ വീട്. ഓനുണ്ട് വാതുക്കലുണ്ട്, കാരണവന്മാർ കുത്തിരിക്കുന്നിട്ട് കാലുമക്കാലൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തിരിക്കുന്നത്. ഞാൻ വെച്ചല്ല മോനെ എനിക്ക് കാണിച്ചു തന്നവൻ എന്ത് പായസം. ഞാൻ പറഞ്ഞു ഈ വിഷമം പറയാനാ ഞാൻ വന്നേന്ന്. ഈ വിഷമം പറയാനാണ് ഞാൻ വന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരും പായസം തന്നിക്കില്ല, ഈ വിഷമം പറയേണ്ടിയിട്ടാണ്. അങ്ങനെ ഓനെന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതേ അങ്ങോട്ട് നോക്ക് നല്ല കാറ്റൊക്കെ അടിക്കുന്നില്ലേ, എനിക്ക് ചക്ക വേണമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ചക്ക പറിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു പച്ച ചക്കയെ നീ പിന്നെ വന്ന്. അങ്ങനെ കാറ്റടിക്കുന്ന കൈമലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇപ്പം വീഴിക്കുന്നു, ഒന്നും വീയില്ല. ടോം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ കണ്ണിട്ടിട്ട് വീത്തരുത്, എനിക്ക് പായസമല്ലേ അവിടെ ഇപ്പോൾ ഒരാൾ കൊണ്ടുത്തരും, എന്നിട്ട് അവൻ കുടിച്ചിട്ട് പോയാൽ മതി. അന്നേരം എൻ്റെ ഉമ്മ ഒരു ചായ കൊണ്ടെത്താന്ന്. അങ്ങനെ ആടുന്ന് പറിച്ച പായാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നേരം ഞാൻ പറഞ്ഞു നല്ല അടിപൊളി പായം തന്നെ, പോരാ മതിരൊന്ന്. അന്നേരം എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണേ തിന്നോ അല്ലെങ്കിൽ ആടെ വെച്ചേക്ക്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ തിന്നോളാന്ന്. അങ്ങനെ ആടുന്ന് 10 രൂപേൻ്റെ പാക്കറ്റ് ഒരു വയമൊക്കെ തിന്നിട്ട് നമ്മളെന്താക്കാണ് പായസം കൊണ്ടുവന്നേരം അതും കുടിച്ച്. ഇതാ ഒരു കൊണ്ടുവന്ന പായസം കേട്ടോ. അത് കുടിച്ചതിന് ശേഷം ഞാൻ ഷാരിക്കിനോടാണ് സമാധാനമായി, എൻ്റെ വിഷമങ്ങളൊക്കെ മാറി. അന്നേരം ഞാൻ അവനോട് ചില ഇവിടെ പോകാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനി ഗോവയിലേക്ക് വിട്ടാലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മിനി ഗോവയിലേക്ക് പോകാം. അന്നേരം അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നൊരു പ്രത്യേക രസം, മഴ ഇപ്പം പെയ്യുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു രസമൊക്കെ അടക്കട്ടെ നമുക്ക് എന്താക്കാം അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശാരിക്കും കൂടി എന്താക്കി വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി. തെങ്ങുണ്ട് അതിനെ അടങ്ങനെ നടക്കുന്നത്. അത് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് ചാടാൻ എന്നെ കഴിച്ചിട്ടേ വേറെ ആരും ഉള്ളൂ എന്ന് ശാരിക്ക് എപ്പം പറയും കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് മിനി ഗോവ. ഞാൻ അന്നേരം തന്നെ എന്നോട് പറഞ്ഞ അറിയാമെന്ന് വെച്ചാൽ എനിക്ക് വൈകുന്നേരം അന്നേരം ഇവിടെ വന്നിരുന്നാൽ പോലും എന്ത് രസമാണ് എന്ന്. അന്നേരം ഓൻ പറഞ്ഞ എന്താണെന്നറിയില്ല, മുകളിലോട്ടും താഴോട്ടൊക്കെ ഞാൻ നോക്കി. ഓൻ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന്. ഞാൻ പറഞ്ഞായിക്കോട്ടെ എന്നാൽ പിന്നെ പോട്ടെ എന്നാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എന്താക്കി മിനി ഗോവയിലേക്ക് പോകുന്നേരം കുറേ ആൾക്കാരുണ്ട് മുണ്ടും മടക്കത്തൊക്കെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതൊന്നും നോക്കിയില്ല, നമ്മളും കയറി നോക്കുന്നേരം ഇപ്പം നേടെ കൊണ്ടുവച്ചിട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ കണ്ട മിനി ഗോവ ഇങ്ങനല്ല കേട്ടോ. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ മിനി ഗോവ എന്ന്. ഇപ്പം മിനി ഗോവൻ്റെ വാലിൻ്റെ സൈഡിലെറ്റാനാണ് കൊണ്ടുവച്ചിട്ടെന്ന് തോന്നുന്നു. നമ്മൾ പോകുന്ന എപ്പോൾ പള്ളേൻ്റെ നടുവിലേക്കാണ്, ഇത് വാലെറ്റാനാന്ന് തോന്നുന്നു. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ഇവിടെ നിന്ന് കയറി ചാടിക്കുമെന്ന്. അങ്ങനെ 2 ചേർപ്പും കയം പിടിച്ചിട്ട് ഞാൻ എന്താക്കാണ് ഓഹേ 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 എന്ന് പറഞ്ഞിട്ട് തോണിൻ്റെ സുഖേനു. പിന്നെ വീഴാനൊക്കെ പോയി കിട്ടും. അന്നേരം ഓൻ പറഞ്ഞു വെച്ചുകൊണ്ട് വീഴല്ല, നല്ല അടിപൊളിയിൽ നടന്നു കഴിഞ്ഞാൽ എനിക്കും അപ്പുറത്താന്ന്. അങ്ങനെ മുമ്പിൽ ഓൻ എന്നെ പറഞ്ഞ സ്നേഹം കൊണ്ടല്ല കേട്ടോ, ഓൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആടുന്ന് ചെരുപ്പും ചവിട്ടി ഓൻ്റെ ചെരുപ്പ് എൻ്റെ കൈമേലുണ്ടായിരുന്നു, അതും എൻ്റെ കൈമേലും കൊടുത്ത്. അന്നേരം ഓൻ 2020 മോഹൻലാൽ ഔട്ടുന്നതിനൊട്ടൊക്കെയാണ് ചവിട്ടുന്നത്, അതാ ചവിട്ടി. അങ്ങനെ ആൾ രണ്ടാളും കൂടി കാലിങ്ങനെ ഓരോ പിടിയായിട്ട് എടുത്ത് വെച്ച് പടിയായിട്ട് എന്ന് ഉദ്ദേശിച്ചത് പിടിയെന്നായിപ്പോയതാണ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, നമ്മളെ അടുത്ത് അന്നേരം ഓൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ഇത് ഗൾഫിലെ മരുഭൂമിനെ കാട്ടി ഭയങ്കര സംഭവമാണല്ലോ വിടാന്ന്. അത് ഞാൻ വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഇപ്പറല്ലേ. ഞാൻ അന്നേരം ഓനോട് ചോദിച്ചു നീ കുറേ കാലം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഓൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം അവിടെ വരുന്നത്, എനിക്ക് ഞാൻ ഇവിടെ ഒന്നും വരത്തില്ല, ഞാൻ പുര വിട്ടാൽ അടുക്കള വിട്ടാൽ പോരാന്ന്. അന്നേരം എനിക്ക് തോന്നി എന്നാൽ പിന്നെ പോട്ടെ വെറുതെ ഒന്നും പറയണ്ടാന്ന്. അങ്ങനെല്ലാം കൂടി ഞങ്ങൾ രണ്ടാളും കൂടി നേരെ എന്താക്കി കടപ്പുറത്തെത്തി. മക്കളെ മിനി ഗോവയിൽ ഇത് ഞാൻ പോയ മിനി ഗോവ ഇതല്ല കേട്ടോ, കറക്റ്റ് പറയാന്ന്. ഈ ഒരു സ്ഥലത്തേ അല്ല ഞാൻ പോയത്, വേറെ ഇടവാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് മിനി ഗോവ എന്നും പറഞ്ഞിട്ട്. ആടെ പോയതിന് ശേഷം എന്നോട് പറഞ്ഞു അതൊക്കെ അങ്ങോട്ട് നോക്ക്, ഇത് ഇങ്ങോട്ട് നോക്ക്, കണ്ടോ. ഞാൻ പറഞ്ഞു ഇത് എവിടെ പോയാലും ഇങ്ങനെ തന്നെയല്ല ഉണ്ടാകുക ആകാശം, ഇവിടുത്തെ ആകാശത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയൊക്കെയാണെന്നാണ്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. ഓൻ പറഞ്ഞ് കേട്ട് കുറച്ചേരം ഇങ്ങനെ കുത്തിട്ട്. അന്നേരം ഓനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടൽ കഴിഞ്ഞാലാണ് എന്തുള്ളത് ഗൾഫ് കഴിഞ്ഞാലാണ് ഇവിടെ ഉള്ളതെന്നാണ്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന്. ഗൾഫിൽ പോയാൽ പൈസ ഉണ്ടാക്കാം, ഇവിടെ വന്നാൽ ജീവിക്കാം, ആയുസ് അങ്ങനെ തന്നെ പോക്കാം. ഞാൻ വെച്ചാൽ ആയുസോ, ഓനെന്തൊക്കെയോ സാഹിത്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ സാഹിത്യമൊക്കെ നിർത്തിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എന്തായാലും മിനി ഗോവ ഉണ്ടല്ലോ.